ഇന്നത്തെ ചിക്കുസ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ രാവിലെ തന്നെ നല്ല ഇഡ്ഡലിയും ചായയൊക്കെ കുടിച്ച് ഞാൻ സർക്കിട്ടിനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ മറ്റത്തിലോട്ട് രാവിലത്തെ സമയം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്പൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒത്തിരി കച്ചവടക്കാരും പിന്നെ ആകെ അമ്പിന്റെ തിരക്കൊക്കെ ആയിട്ട് റോഡ് ഫുൾ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടികളും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി, കാരണം നമുക്കും കുറച്ച് സാധനങ്ങൾ പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് മേടിക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടാ. അപ്പം മറ്റത്തിലെ നമ്മുടെ ലിയോ ചേട്ടൻ്റെ കടയിലേക്ക് ഇറച്ചി മേടിക്കാനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തോ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. ചെണ്ട കൊട്ടുന്ന ഏതൊരു വ്യക്തിയുടെ കാലിന്മേ വണ്ടിയൊക്കെ കയറിയായിരുന്നു, കാറ് കയറിയായിരുന്നു. എന്നിട്ട് ആൾക്ക് എന്തോ പരിക്കൊക്കെ പറ്റി അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതിൻ്റെ ധൃതിയിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വഴിക്ക് വെച്ച് ആനേനെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എന്തോ പൂരൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ പകർത്തി നമ്മുടെ പഴയ ഓർമ്മകൾ. 10ാം ക്ലാസ് ഡയറക്റ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സും പിന്നെ നമ്മുടെ പ്രിൻസിപ്പാളിരിക്കുന്ന കുടീരും അപ്പം അതൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തു. അങ്ങനെ നമ്മളിത് നേരെ ലിയോയുടെ കടയിലെത്തിട്ടാ. അപ്പോൾ അവിടെ എത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് പോർക്കിറച്ചി ആയിരുന്നു. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് ബീഫാണ് വേണ്ടത്. അപ്പോൾ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കുനിമിച്ചിക്ക് പോകണ്ട. അപ്പോൾ കുനിമിച്ചി പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ തോരണങ്ങളൊന്നുമില്ല, മാലബൾബ് മാത്രമേ നമ്മളവിടെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ അടുത്ത ഏതോ അമ്പലത്തിൽ പൂരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കുകളാണ് കൂനിമിച്ചി ഭാഗത്ത് നമ്മൾ കണ്ടേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കൂനിമിച്ചിയിലൂടെ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നല്ലൊരു ഇറച്ചി കട അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇറച്ചി മേടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ബീഫില്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ബീവറേജിൻ്റെ ക്യൂ അല്ല കേട്ടോ, ഇത് ഇറച്ചിക്കടയിലെ ക്യൂ ആണ്. അപ്പോൾ ഈ ക്യൂവിൽ നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് വെച്ചത് മാത്രം. അപ്പം അങ്ങനെ നമ്മൾ ഈ ക്യൂവിൽ നിന്നപ്പോൾ അതേ ഇയാളെ പരിചയപ്പെട്ടു കേട്ടോ. ഇത് ആരാന്ന് പലർക്കും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ചിക്കൻ്റെ സെക്ഷനായിരുന്നു, ഇത് നമുക്ക് ബീഫും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ചു, തിരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ പോകും വഴിക്കുള്ള കാഴ്ചകളും കൂടെ ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു വെച്ചു. വീണ്ടും നമ്മൾ മറ്റത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് വന്നു കേട്ടോ. അവിടെ അമ്പ് കുറച്ച് മുമ്പ് നിൽപ്പുണ്ടായി, ഇപ്പം കാണാനില്ല കേട്ടോ. അങ്ങനെ റോഡ് മൊത്തം ഏകദേശം കാലിയായ പോലെ നോക്കുമ്പം സെൻറ്ററിൽ ഭയങ്കര തിരക്ക്. അവിടെ ബസ്സും എല്ലാം വന്ന് ആകെ ബ്ലോക്കായി കിടക്കണുണ്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നമ്മൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളൊരു ഇറച്ചി മേടിക്കാനായിട്ട് രാവിലെ പോയ വിശേഷം. പിന്നെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ചീര കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ചീരയൊക്കെ ഒന്ന് നുറുക്കി സെറ്റപ്പാക്കി വെച്ച് അപ്പോൾ അതിൻ്റെ തോരൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇതിങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കിഷ്ടം. എന്തോ ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും നല്ല ചീനമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു തോരനാണ്. ഇതിൽ തേങ്ങ ഇടത്തില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതും പിന്നെ നമുക്ക് ലഞ്ചിന് നല്ല ബീഫ് ഫ്രൈ അതും പിന്നെ നല്ല അടിപൊളി മീൻകറി, അതും ബ്രാലായിരുന്നു. അപ്പം അതിൻ്റെ കഷ്ണം കിട്ടിയില്ല ഗൈസ്, ചെറിയ കഷ്ണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് പേരക്ക മാങ്ങ എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പം ഇതിന് പുളിയില്ല, പേരക്ക തിന്നണ പോലെ ഇരിക്കും ഈ മാങ്ങയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പം അത് നമുക്ക് അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കഴിച്ച് നമ്മൾ രാത്രിയായി. അപ്പോൾ അവിടെ അമ്പ്, കിരീടം, നുള്ളിപ്പ് ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ കുർബാനയ്ക്കും പോയി, ഈ പരിപാടി കാണാനായിട്ടും പോയിട്ട്. അപ്പം അങ്ങനെ രാത്രി മൊത്തം പിന്നെ വീണ്ടും മറ്റത്തിലായിരുന്നു. അങ്ങനെ നമ്മുടെ പെരുന്നാൾ കഴിയുകയാണ്. അങ്ങനെ ഇക്കൊല്ലത്തെ മാതാവിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.